സ്ത്രീകളുടെ ജീവിതശൈലികൾ തൊട്ടറിഞ്ഞ ലേഡീസ് അവറിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ കൗമുദി ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് വിജയം നേടിയ സ്ത്രീരത്നങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ലക്ഷ്മി മീനാക്ഷി. ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്, വീണ പഠിക്കുന്നുണ്ട്, ഡ്രോയിങ്സ് ചെയ്യാറുണ്ട്, പെയിൻറ്റിങ്സ് ചെയ്യാറുണ്ട്, മെഹന്തി ഫങ്ഷൻസിന് മെഹന്തി ഇടാറുണ്ട്. ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. വീണ എൻ്റെ ആൻറ്റിയുടെ അടുത്ത് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. ഞാൻ ചേർത്തല അരുണാധരൻ സാറിൻ്റെ അടുത്താണ് പാട്ട് പഠിക്കുന്നത്. ഫാമിലിയിൽ എല്ലാവരും എൻകറേജ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരാൻ കാരണം. ബേസിക്കലി ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും പാടും. ഈ പാട്ടിനോട് ഗന്ധമുള്ളവരാണ്. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ്. അമ്മ മ്യൂസിക് ടീച്ചറുമാണ്. അപ്പോൾ അമ്മയുടെ സപ്പോർട്ടും പിന്നെ ഫാമിലിയിൽ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാരണമാണ് ഞാൻ ഈ മ്യൂസിക് ഫീൽഡിലോട്ട് വരാൻ താല്പര്യപ്പെട്ടത്. പിന്നെ കുഞ്ഞിലെ അങ്കിളും അമ്മാവനും അമ്മയും എല്ലാവരും ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. ഞാൻ വീണ പഠിച്ചത് എൻ്റെ ആൻറ്റി, ദാറ്റ് ഈസ് എൻ്റെ അമ്മയുടെ ചേച്ചി ചിത്ര സുബ്രഹ്മണ്യം മാമിൻ്റെ അടുത്താണ് പഠിച്ചത്. പിന്നെ ഞാൻ ചെറിയ കച്ചേരികൾ ചെയ്യാറുണ്ട്. എൻ്റെ അരങ്ങേറ്റം ഇവിടെ നമ്മുടെ രവിപുരം അമ്പലത്തിൽ വെച്ചായിരുന്നു. പിന്നെ കുറേ കോമ്പറ്റീഷൻസിന് പങ്കെടുക്കാറുണ്ട്. ഞാൻ 2012 ഭവൻസ് ജ്യോതി ആയിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിംഗ് ഭവൻസിലാണ് ചെയ്തത്. അപ്പോൾ ഭവൻസ് ജ്യോതി ആയിരുന്നു 2012. പിന്നെ MG യൂണിവേഴ്സിറ്റിയുടെ ഫെസ്റ്റിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. കോളേജ് ചിന്മയ വിദ്യാപീഠിലാണ് പഠിച്ചത്. ഞാൻ വിവിധ കോമ്പറ്റീഷൻസിന് പങ്കെടുക്കാറുണ്ടായിരുന്നു. സ്വരലയ 2015 പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. നാരായണ നിന്ന നാമദ സ്മരണേയ, നാരായണ നിന്ന നാമദ സ്മരണേയ, നാരായണ നിന്ന നാമദ സ്മരണേയ, സാരാമൃതം എന്ന നാളികെ ബരളി, നാരായണ നിന്ന നാമദ സ്മരണേയ, സാരാമൃതം എന്ന നാളികെ ബരളി, നാരായണ. ಕಷ್ಟದಲ್ಲಿರಲಿ ಉತ್ಕೃಷ್ಟದಲ್ಲಿರಲಿ, ಕಷ್ಟದಲ್ಲಿರಲಿ ಉತ್ಕೃಷ್ಟದಲ್ಲಿರಲಿ, ಕಷ್ಟದಲ್ಲಿರಲಿ ಉತ್ಕೃಷ್ಟದಲ್ಲಿರಲಿ, ಕಷ್ಟದಲ್ಲಿರಲಿ ಉತ್ಕೃಷ್ಟದಲ್ಲಿರಲಿ, ಎಷ್ಟಾದರೆ ಮದಿಕೆಟ್ಟಿರಲಿ, ಕಷ್ಟದಲ್ಲಿರಲಿ ಉತ್ಕೃಷ್ಟದಲ್ಲಿರಲಿ, ಎಷ್ಟಾದರೆ ಮದಿಕೆಟ್ಟಿರಲಿ,
കൃഷ്ണ 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 എന്തോ ಶಿಷ್ಟರೂಪೇಲುವ ಕೃಷ್ಣ ಕೃಷ್ಣ ಎಲ್ತೋ ಶಿಷ್ಟರೂಪೇಲುವ ಕೃಷ್ಣ ಕೃಷ್ಣ ಎಲ್ತೋ ಶಿಷ್ಟರೂಪೇಲುವ ಕೃಷ್ಣ ಕೃಷ್ಣ ಎಲ್ತೋ ಶಿಷ್ಟರೂಪೇಲುವ ಅಷ್ಟಾಕ್ಷರ ಮಂತ್ರದ ರಾಮವ ನಾರಾಯಣ ಕೃಷ್ಣ ಕೃಷ್ಣ ಎಲ್ತೋ ಶಿಷ್ಟರೂಪೇಲುವ ಅಷ್ಟಾಕ್ಷರ ಮಂತ್ರದ ನಾಮವ ನಾರಾಯಣ ನಿನ್ನ ನಾಮದ ಸ್ಮರಣೆಯ ಸಾರಾಮೃತಂ ಎನ್ನ ನಾಳಿಗೆಗೆ ಬರಡಿ ನಾರಾಯಣ കണ്ടൂരുണ്ടോ എൻ്റെ കണ്ണനെ നീലത്തണ്ടാരണി മണിവർണ്ണനെ കണ്ടാൽ കൊതിക്കുമെൻ കണ്ണനെ നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ കണ്ടൂരുണ്ടോ എൻ്റെ കണ്ണനെ നീലത്തണ്ടാരണി മണിവർണ്ണനെ കണ്ടാൽ കൊതിക്കുമെൻ കണ്ണനെ നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ കണ്ടൂരുണ്ടോ എൻ്റെ കണ്ണനെ പുല്ലാങ്കുഴലൂതി വന്നവൻ കാട്ടിലുല്ലാസമായി നടന്നവൻ മല്ലാരെ പോരാടി കൊന്നവൻ ദുഷ്ടക്കൂട്ടരെയെല്ലാം മുടിപ്പവൻ കണ്ടൂരുണ്ടോ എൻ്റെ കണ്ണനെ ഞാൻ സ്കൂൾ ഡേയ്സ് മുതലേ ഭഗവത്ഗീത, ജ്ഞാനപ്പാന, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ഇതുപോലെ കുറേ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു കോമ്പറ്റീഷൻസിൽ. ഞാൻ എൻ്റെ ജൂനിയേഴ്സിനും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഈ നവരാത്രി കാലങ്ങളിൽ ഞാൻ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം എന്നിവ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ കോളേജിൻ്റെ സമയത്താണെങ്കിലും എനിക്ക് ടൈം കണ്ടെത്തി ഞാൻ ഡ്രോയിങ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. ഡ്രോയിങ്ങിൽ ഞാൻ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാറുണ്ട്. ഓയിൽ പെയിൻറ്റിങ് ആൻറ്റിയുടെ അടുത്ത് നിന്ന് ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. മാരേജ് ഫങ്ഷൻസിനൊക്കെ മെഹന്തിക്ക് കുറേ പേര് ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അവരൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മെഹന്തി ഡിസൈൻസ് ഇട്ട് കൊടുക്കാറുണ്ട് കല്യാണത്തിന്. എൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്യാറുണ്ട്. മ്യൂസിക് ഫീൽഡ് ആണെങ്കിലും ശരി, ഡ്രോയിങ് ആണെങ്കിലും എല്ലാത്തിനും അവർ ഒരേപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഫാമിലിയിലാണെങ്കിലും അച്ഛൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും അച്ഛൻ്റെ ബ്രദർ ആണെങ്കിലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ബേസിക്കലി അമ്മയുടെ ഫാമിലിയിൽ എല്ലാവരും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലേ ഉള്ളവരാണ്. ഞാനിപ്പോൾ BCom കഴിഞ്ഞു. ഇപ്പോൾ റിസൾട്ടിനായി വെയിറ്റ് ചെയ്യുവാണ്.
ഇനിയിപ്പോൾ LLB അച്ഛൻ്റെ അമ്മയുടെയും ഫീൽഡിൽ തന്നെ ലോയറായിട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ മ്യൂസിക്കും ബാക്കി എല്ലാ കലകളും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ചിത്രത്തൂവൽ വരി വരിയായി തുരുതുരെ വരവായി പൂമ്പാറ്റകൾ, മുറ്റത്തെങ്ങും നിരനിരയായി നിറമഴ ചൊരിയും പൂത്തുമ്പികൾ. ചിത്രത്തൂവൽ വരി വരിയായി തുരുതുരെ വരവായി പൂമ്പാറ്റകൾ, മുറ്റത്തെങ്ങും നിരനിരയായി നിറമഴ ചൊരിയും പൂത്തുമ്പികൾ. ഗമപസ്സ സനിരെ സനിധ പമപസ്സ സനിരെ സനി സക്കരി സമമഗരി സനിധ പതന്നന്നരു രന്നന്നരു രന്നന്നരു രന്നന്നരു. എനിക്ക് മറക്കാൻ പറ്റാത്ത ഇൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2012 മല്ലാടി ബ്രദേഴ്സിനെ മീറ്റ് ചെയ്തായിരുന്നു. എൻ്റെ ആൻറ്റിയുടെ ഒരു സപ്പോർട്ടിൽ ഞാൻ അവരെ മീറ്റ് ചെയ്തായിരുന്നു. അവരുടെ മുമ്പിൽ പാടാനുള്ളൊരു ഭാഗ്യം കിട്ടിയായിരുന്നു. അതെനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അൽഫോൻസ് സാറുടെ ഒരു ഫിലിമിൽ കോറസ് പാടാനുള്ളൊരു ചാൻസ് കിട്ടിയായിരുന്നു. അതെനിക്കൊരു വലിയൊരു കാര്യമാണ്.